വേറെ ഊളപ്പടം. മോഹൻലാലാണ് വില്ലൻ. ദിലീപ് മോഹൻലാലിനെ തട്ടും. പെട്ടെന്ന് പോയി കണ്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ കാറിലോ അവിടെ ഇവിടേക്ക് വന്നിരുന്ന ഓരോരുത്തന്മാർ സ്പോയിലർ അടിച്ചു തുടങ്ങും. അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ സിനിമയുടെ സ്പോയിലറായി തുടങ്ങും. സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാത്തവന്മാരാണ് വല്ലവന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റിവ്യൂസിന്റെ ഒക്കെ കാര്യം 5-6 പേര് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കൊള്ളെന്ന് പറഞ്ഞാൽ കൊള്ളില്ല. ഇപ്പൊ എല്ലാവരും നല്ലതെന്നുള്ളൊരു സിനിമ ഒരുത്തം വന്ന് നെഗറ്റീവ് അടിച്ചിട്ട് ആ വീഡിയോക്കാണ്. പിന്നെ റിവ്യൂ കണ്ട എന്താ കാര്യം പറയാം, എത്ര റിവ്യൂ കാണണ്ടെന്ന് വിചാരിച്ചാലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കയറുമ്പോൾ എന്തായാലും 5-6 പേർക്ക് കണ്ടുപോകും. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം റിവ്യൂസ് ഒന്നും ഓപ്പണേ ആക്കിയിട്ടില്ല. ഇവന്മാരെ ശല്യം കാരണം മാത്രമാണ് ഇപ്പൊ തന്നെ സിനിമ കാണാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേര് സിനിമ നിരോധിച്ചെന്നൊക്കെ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് സിനിമയ്ക്ക് ഒടുക്കത്തെ തിരക്കാണ്. ഫസ്റ്റ് ഷോ നമുക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ 2.5 ഷോയിലാണ് പോകാൻ പോകുന്നത്. പിന്നെ കാറി കയറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അവളെന്ത് ചെയ്തു, അവളെങ്ങനെ ചെയ്യുമോ, മറ്റേ അത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കുറെ മണ്ണുകൾ കാണും. നമുക്ക് എന്തായാലും ഒന്ന് സിനിമ പോയി കണ്ടിട്ട് വരാല്ലേ. മതിടാ 2:30 എപ്പോഴും ലേറ്റ് ആണ്. ഇവനാണ് ഇവനാണ് നമ്മൾ ലേറ്റ് ആക്കിയത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നടാ? നിനക്ക് എന്തൊക്കെ അഭിപ്രായം ഉണ്ടാ? 6 മണിക്ക് ലുലുവാടി പോകാന്ന് പറയുമ്പോൾ വിളിച്ചിട്ട് അവൻ കടകൂട്ടി വെളിയിൽ നിന്നിട്ട് 9 മണിക്കാണ് അവൻ ചെന്നത്. അതിനുശേഷം അവൻ നമ്മുടെ വരാത്തൊരു പാവൻ. 9 മണിക്ക് വരാനുള്ള കാരണം എന്ത്, രാജ്യമല് അവ എവിടെ പോയിരുന്നു. ഇവനും അവന് ഉടായിപ്പാട്. ഇവന്റെ കൂടെയൊക്കെ കോളേജ് വരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു സെമ്മ് തീരും,